Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Golden Diamonds, now in Perimba, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് ക്രാഷ് ബാരിയറിൽ ഇടിച്ചു നിന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെ ഓലയമ്പാടി കണ്ണാടിപ്പൊയിലാണ് സംഭവം നടന്നത്. രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. പൊന്നമ്പാറ ഭാഗത്തു നിന്നും വരികയായിരുന്ന ആംബുലൻസ് ഓലയമ്പാടി കണ്ണാടിപ്പൊയിലിൽ വെച്ചാണ് നിയന്ത്രണം വിട്ട് ക്രാഷ് ബാരിയറിൽ ഇടിച്ചത്. ഇവിടെയുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റും തകർന്നു. ക്രാഷ് ബാരിയറിൽ ഇടിച്ചു നിന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഇല്ലെങ്കിൽ വാഹനം വലിയ താഴ്ചയിലേക്ക് മറിയുമായിരുന്നു. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയാണ് സംഭവം നടന്നത്. അപകടത്തെ തുടർന്ന് ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെ മറ്റൊരു വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ദേശീയപാതയിലെ പിലിക്കോട് തോട്ടം ജംഗ്ഷനിലും ചെറുവത്തൂർ ടൗണിലും വാഹനാപകടം. പരിക്കേറ്റ 2 ഡ്രൈവർമാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ദേശീയപാതയിൽ 2 അപകടങ്ങൾ ഉണ്ടായത്. പുലർച്ചെ 5:30 പിലിക്കോട് തോട്ടം ജംഗ്ഷൻ മേൽപ്പാലത്തിലാണ് ടോറസ് ലോറിയും ബലോറോ പിക്കപ്പും കൂട്ടിയിടിച്ചത്. മൈസൂരുവിൽ നിന്ന് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളുമായി പയ്യന്നൂർ ഭാഗത്തു നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് ഗുജറാത്തിൽ നിന്നും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കയറ്റി കോട്ടയത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിയിൽ നേരിട്ടിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാലിനും കൈക്കും പരിക്കേറ്റ ബലോറോ പിക്കപ്പ് ഡ്രൈവർ മൈസൂരു സ്വദേശി അനന്തൻ, ടോറസ് ലോറി ഡ്രൈവർ ഹുബ്ലി ബീജാപൂർ സ്വദേശി രവികാന്ത് എന്നിവരെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടോറസ് ലോറി ഡ്രൈവർ രവികാന്തിന് മുൻവശത്തെ ചില്ല് തകർന്നാണ് കണ്ണിനും മുഖത്തും പരിക്കേറ്റത്. ചന്ദേര പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി തകർന്ന ബലോറോ പിക്കപ്പ് ക്രെയിൻ ഉപയോഗിച്ച് ദേശീയപാതയിൽ നിന്നും നീക്കി. മുൻകരുതലോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാതെ നിർമ്മാണം നടന്നുവരുന്ന ദേശീയപാതയിൽ പിലിക്കോട് തോട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിൽ 2 ദിശയിലേക്കും വാഹനങ്ങൾ കടത്തിവിട്ടതാണ് അപകട കാരണമെന്നാണ് ആക്ഷേപം. അതേസമയം ചെറുവത്തൂർ ടൗണിൽ ദേശീയപാതയുടെ സർവീസ് റോഡിൽ വെള്ളിയാഴ്ച പുലർച്ചെ ചരൽമണ്ണ് കയറ്റിയെത്തിയ ടോറസ് ലോറി പാർശ്വഭിത്തിയിലിടിച്ച് വീലുകൾ ഊരിത്തെറിച്ചാണ് അപകടം. പുലർച്ചെ മുതൽ പോലീസ് എത്തി ഗതാഗതം വ്യാപാര ഭവൻ വഴിയും നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ പാത വഴിയും തിരിച്ചുവിട്ടിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ സഹകരണ ആശുപത്രി സൊസൈറ്റിയുടെ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലായ സഹകരണ നേത്രാലയം ഉദ്ഘാടനവും പുതിയ ICU ആംബുലൻസ് ഏറ്റുവാങ്ങലും നടന്നു. മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ സഹകരണ ആശുപത്രി സൊസൈറ്റിയുടെ നേത്രവിഭാഗം കൂടുതൽ സൗകര്യങ്ങളോടെ സഹകരണ നേത്രാലയം സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചു. ആശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും കണ്ടങ്കാളിയിലെ ചേടമ്പത്തെ ശാന്തകുമാരിയുടെ ഓർമ്മയ്ക്കായി കുടുംബാംഗങ്ങൾ പയ്യന്നൂർ സഹകരണ ആശുപത്രിക്ക് സൗജന്യമായി നൽകിയ ഹൈടെക് ICU ആംബുലൻസ് ഏറ്റുവാങ്ങലും മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ നിർവഹിച്ചു. ഒന്ന്, വളരെ വിപുലമായിട്ടുള്ള പൊതുജനാരോഗ്യ ശൃംഖലയുടെ മഹത്വം കൊണ്ടാണ്. വളരെ വിപുലമായിട്ടുള്ള പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ 1957 മുതൽ വിവിധ ഘട്ടങ്ങളിലായി കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിലും നഗരങ്ങളിലും വളർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള സ്വകാര്യ ആശുപത്രികളും കേരളത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ സ്വകാര്യ ആശുപത്രികളും കേരളത്തിൻ്റെ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ
പങ്കുവഹിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ അവിടെ ആവശ്യത്തിലധികം രോഗികൾക്ക് താങ്ങാൻ കഴിയുന്നതിലധികം ചികിത്സാ ചെലവുകൾ വരുമ്പോൾ അതിനെ അല്പം നിയന്ത്രിക്കേണ്ടതാണ് എന്ന് കരുതിക്കൊണ്ടാണ് 2016-21 കാലഘട്ടത്തിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് നമ്മൾ പാസ്സാക്കിയത്. പയ്യന്നൂർ സഹകരണ ആശുപത്രി വൈസ് പ്രസിഡന്റ് എം ആനന്ദൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പയ്യന്നൂർ സഹകരണ ആശുപത്രി പ്രസിഡന്റ് വി നാരായണൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA ടി.ഐ. മധുസൂദനൻ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉദ്ഘാടനവും മുൻ MLA സി കൃഷ്ണൻ ഒപ്റ്റിക്കൽ ഷോപ്പിന്റെ ഉദ്ഘാടനവും പി സന്തോഷ് നീതി ഫാർമസിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സത്യപാലൻ ഷെയർ സമാഹരണം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ലേസർ റൂം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ സി അജിത് കുമാർ ഓൺലൈൻ ടോക്കൺ ബുക്കിംഗ് സംവിധാനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ശ്രീജ AK, സീമാഭായ് VV, ഡോക്ടർ രഞ്ജിത്ത്, ജയരാജ് K, ബി ബാലൻ, ഇസ്മയിൽ VKP, പി ജയൻ, PV ദാസൻ, ഇക്ബാൽ പോപ്പുലർ, ധനേഷ് കണിയാംകുന്ന്, ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ P പുഷ്പാങ്കദൻ, KV സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരത്തിലെ ഓണത്തിരക്ക് നിയന്ത്രിക്കാൻ റോഡിലിറങ്ങി നഗരസഭയുടെ വനിതാ സെക്യൂരിറ്റി വിംഗ്. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി 6 വനിതാ സെക്യൂരിറ്റി ഗാർഡുകളെയാണ് നിലവിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഓണവിപണി സജീവമായതോടെ നഗരത്തിലുണ്ടാകുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരവുമായി പയ്യന്നൂർ നഗരസഭ പുതിയ ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി റോഡുകളിൽ ഗതാഗതം നിയന്ത്രിക്കാൻ പയ്യന്നൂർ നഗരസഭയുടെ വനിതാ സെക്യൂരിറ്റി വിംഗ് രംഗത്തിറങ്ങി. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി 6 വനിതാ സെക്യൂരിറ്റി ഗാർഡുകളെയാണ് നിലവിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിശ്ചിത സമയങ്ങളിൽ ടൗണിലെ ഏറ്റവും തിരക്കേറിയ സുപ്രധാന ജംഗ്ഷനുകളിലും മറ്റുമാണ് ഇവർ ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്തത്. ഓണം അടുത്തതോടെ വ്യാപാര സ്ഥാപനങ്ങളിലും ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലും ജനത്തിരക്ക് വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. പോലീസിന് പിന്തുണ നൽകിക്കൊണ്ട് വനിതാ സെക്യൂരിറ്റി ജീവനക്കാർ കൂടി രംഗത്തെത്തിയത് നഗരത്തിലെ വാഹന ഗതാഗതം സുഗമമാക്കാൻ ഏറെ സഹായകമാകുന്നുണ്ട്. പൊതുജനങ്ങളിൽ നിന്നും ഡ്രൈവർമാരിൽ നിന്നും മികച്ച സഹകരണമാണ് ഇവർക്ക് ലഭിക്കുന്നത്. വരും ദിവസങ്ങളിൽ തിരക്ക് ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് ഇവരുടെ സേവനം വ്യാപിപ്പിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രകൃതിയുടെ നീലച്ചായം തുളുമ്പി നിൽക്കുന്ന ശംഖുപുഷ്പം ഓണക്കാലത്തിന്റെ നിർമ്മലമായ അഴകാണ്. ഓണത്തുമ്പികൾ പാറി നടക്കുന്ന വീട്ടുമുറ്റത്ത് അതിരാവിലെ വീഴുന്ന മഞ്ഞുതുളികളെ ഏറ്റുവാങ്ങി വിടരുന്ന ശംഖുപുഷ്പം ഗൃഹാതുരത്വമുണർത്തുന്ന ബാല്യകാല ഓണ ഓർമ്മകളുടെ സുഗന്ധമുള്ളൊരു പ്രതീകം കൂടിയാണ്. ചിങ്ങമാസത്തിലെ തെളിഞ്ഞ വെയിലിൽ മാവേലി തമ്പുരാനെ വരവേൽക്കാൻ ഗ്രാമവീഥികളും നാട്ടുതൊടികളും ഒരുങ്ങുമ്പോൾ പ്രകൃതി ഒരുക്കുന്ന പൂക്കളുടെ വസന്തം ഏതൊരു മലയാളിയുടെയും മനസ്സിൽ കുളിർമഴയായി പെയ്യും. വെളുത്ത തുമ്പപ്പൂവും മഞ്ഞ മുക്കുറ്റിയും ചോന്ന ചെത്തിയും വയലറ്റ് കാക്കപ്പൂവുമൊക്കെ നിറഞ്ഞ നാട്ടുതൊടിയിലെ പൂക്കളത്തിൽ എന്നും വേറിട്ട സൗന്ദര്യത്തോടെ ശോഭിച്ചു നിൽക്കുന്ന അപൂർവ ചാരുതയാണ് ശംഖുപുഷ്പത്തിൻ്റേത്. ശാന്തതയുടെയും പവിത്രതയുടെയും പ്രതീകമായ ഈ നീലപ്പൂക്കൾ കടും വർണ്ണങ്ങൾക്കിടയിൽ പൂക്കളത്തിന് പ്രത്യേകമായൊരു സൗമ്യത നൽകുന്നു. ശംഖിന്റെ ആകൃതിയിലുള്ള ഈ സുന്ദരിപ്പൂവ് വീട്ടുമുറ്റങ്ങളിലും വേലിക്കെട്ടുകളിലും പടർന്നു പന്തലിച്ച് വിരിഞ്ഞു നിൽക്കുന്നത് കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ്. കവികൾക്ക് എന്നും പ്രിയപ്പെട്ട പ്രണയബിംബമായിരുന്നു ശംഖുപുഷ്പം. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ എന്ന് തുടങ്ങുന്ന മനോഹരമായ വരികൾ ഓർമ്മിപ്പിക്കുന്നത് ഈ പൂവിന് മലയാളി മനസ്സിലുള്ള വൈകാരികമായ സ്ഥാനമാണ്. അന്യമായിക്കൊണ്ടിരിക്കുന്ന നാട്ടുപൂക്കൾക്കിടയിലും നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ ഇന്നും തനിമ ചോരാതെ നിലനിൽക്കുന്ന ശംഖുപുഷ്പം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി വരും തലമുറകൾക്കും ഓണത്തിൻ്റെ നീലവസന്തമായി എന്നും പുഞ്ചിരിച്ചു നിൽക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 65ാമത് പയ്യന്നൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ലോഗോ പ്രകാശനം പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി നിർവഹിച്ചു.
കണ്ടങ്ങാളി സ്വദേശിനിയായ ദയാ രാജഗോപാലാണ് ലോഗോ ഡിസൈൻ ചെയ്തത്. 65ാമത് പയ്യന്നൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ലോഗോ പ്രകാശനം ഉദ്ഘാടന ചടങ്ങ് പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു. ഹെഡ് മിസ്ട്രസ് റെജി ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ഫായിസ് കൗവായി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പ്രദീപൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അതിന്റെ സംഘാടനത്തിന് പ്രാപ്തരായ അല്ലെങ്കിൽ പ്രാപ്തമായ ഒരിടത്തിൽ തന്നെയാണ് ഈ വർഷത്തെ കലോത്സവം തീരുമാനിച്ചിട്ടുള്ളത് എന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ സംഘാടക സമിതി രൂപീകരണം മുതൽ നാടിൻ്റെ നാനാ വഴികളിലുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സംഘാടക സമിതി രൂപീകരണം, തുടർന്നുള്ള ഓരോ പ്രവർത്തനങ്ങളും, വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ, ആലോചനകളെല്ലാം മുൻ വർഷങ്ങളെക്കാൾ മികച്ച രീതിയിൽ ഈ കലോത്സവത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള ചെറിയ കാലത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാം. ശില്പി ഉണ്ണിക്കാനായി പയ്യന്നൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ലോഗോ പ്രകാശനം ചെയ്തു. പയ്യന്നൂർ കണ്ടങ്ങാളി സ്വദേശി ദയാ രാജഗോപാലാണ് ലോഗോ ഡിസൈൻ ചെയ്തത്. പയ്യന്നൂർ എഇഒ അബ്ദുൾ ബഷീർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പൂർവ്വ അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാചകപ്പുരയിൽ നിന്ന് ഉയർന്നുകേട്ട ഈണം ഉദ്ഘാടന വേദിയിലേക്ക്. പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിൽ നടന്ന ഉപജില്ല കേരള സ്കൂൾ കലോത്സവ ലോഗോ പ്രകാശന ചടങ്ങാണ് ശബ്ദമാധുര്യം കൊണ്ട് വേറിട്ടൊരു അനുഭവമായി മാറിയത്. സ്കൂളിലെ പാചക തൊഴിലാളിയായ സബീനയുടെ അപ്രതീക്ഷിത ആലാപനത്തിൽ ലയിച്ച് വേദിയും സദസ്സും. പയ്യന്നൂർ ഉപജില്ല സ്കൂൾ കലോത്സവ ലോഗോ പ്രകാശന ചടങ്ങിനിടെയാണ് സബീനയ്ക്ക് പാടാൻ അപ്രതീക്ഷിതമായി അവസരം ലഭിച്ചത്. നഗരമേ നന്ദി എന്ന ചിത്രത്തിലെ എസ് ജാനകി പാടിയ മഞ്ഞണിപ്പൂനിലാവിൽ പേരാറ്റിൻ കടവിങ്കൽ എന്ന ജനപ്രിയ ഗാനമാണ് സബീന വേദിയിൽ ആലപിച്ചത്. തനിമ ചോരാതെയുള്ള സബീനയുടെ ആലാപനം വേദിയിലുള്ളവരെയും സദസ്സിനെയും ഒരുപോലെ പിടിച്ചിരുത്തി. സദസ്സിലുണ്ടായിരുന്നവർ അറിയാതെ പാട്ടിനൊപ്പം താളം പിടിക്കുകയും കയ്യടിയോടെ ഗായികയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. സബീനയുടെ ഗാനാലാപനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച സംഘാടക സമിതി ചെയർമാൻ വരാനിരിക്കുന്ന ഉപജില്ലാ കലോത്സവത്തിന്റെ പ്രധാന ഉദ്ഘാടന വേദിയിലും സബീനയ്ക്ക് പാടുവാനുള്ള അവസരം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. കൂടാതെ സ്കൂളിന്റെ ഉപഹാരമായി ഹെഡ്മിസ്റ്റേഴ്സ് സബീനയ്ക്ക് പ്രത്യേക സമ്മാനവും ചടങ്ങിൽ വെച്ച് കൈമാറി. രുചിക്കൂട്ടൊരുക്കുന്ന കൈകളിൽ സംഗീതത്തിന്റെ മാസ്മരികതയും ഭദ്രമാണെന്ന് തെളിയിച്ച സബീനയ്ക്ക് അഭിനന്ദന പ്രവാഹമാണ് എങ്ങുനിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വാർത്തകൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം തീപിടുത്തത്തിൽ കത്തി നശിച്ച പയ്യന്നൂർ സിറ്റി മാളിലെ മിയോർഹ ബോട്ടിക് എന്ന സ്ഥാപനം വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ സന്ദർശിച്ചു. തീപിടുത്തത്തിൽ നാശനഷ്ടമുണ്ടായ സ്ഥാപനത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് അധികൃതരോട് നേതാക്കൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം തീപിടുത്തത്തിൽ കത്തി നശിച്ച പയ്യന്നൂർ സിറ്റി മാളിലെ മിയോർഹ ബോട്ടിക്കിൽ വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ സന്ദർശനം നടത്തി. ജില്ലാ പ്രസിഡന്റ് പി വിജയൻ, ജില്ലാ സെക്രട്ടറി പി എം സുഗുണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ഇ സജീവൻ, കെ വി ഉണ്ണികൃഷ്ണൻ, ടി സി വിൽസൺ, മനോഹരൻ സി പ്രകാശൻ, കെ സി രവീന്ദ്രൻ, കെ വി മുരളീധരൻ, വി പി സുരേഷ്, ബാലകൃഷ്ണൻ ടി, പി വി ഗോപി എന്നിവരാണ് സന്ദർശനം നടത്തിയത്. തീപിടുത്തത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥാപനത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് നേതാക്കൾ അധികൃതരോട് ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നാട്ടിൻപുറത്തെ മണ്ണിന്റെ മണവും പാട്ടിന്റെ ഈണവും മനുഷ്യജീവിതത്തിന്റെ നേർക്കാഴ്ചകളും ചേർന്നൊരുങ്ങുന്ന ഒരു മനോഹര നാടൻ പാട്ട് പുഞ്ചിരിപ്പാടം റിലീസിനൊരുങ്ങുന്നു. ഓഗസ്റ്റ് 22-ന് പുഞ്ചിരിപ്പാടം സംഗീത ആൽബം റിലീസ് ചെയ്യും. നിന്റെ പുഞ്ചിരിയുടെ ചേലു കണ്ട
നാട്ടിൻപുറത്തെ മണ്ണിന്റെ മണവും പാട്ടിന്റെ ഈണവും മനുഷ്യജീവിതത്തിന്റെ നേർക്കാഴ്ചകളും ചേർന്ന് ഒരുക്കിയ ഒരു മനോഹരമായ നാടൻ പാട്ട്. മണ്ണിനോടും കൃഷിയോടും ചേർന്ന് നിന്ന ഒരു കാലത്തിന്റെ ഓർമ്മകളും നാടിന്റെ നന്മയും ലാളിത്യവും സംഗീതത്തിലൂടെ വീണ്ടും നമ്മളിലേക്ക് എത്തിക്കുകയാണ് പുഞ്ചിരിപ്പാടം എന്ന സംഗീത ആൽബം. മണി ടച്ചുള്ള ഈ നാടൻ പാട്ടിൽ വിനയനും അനിതയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നു. നാടൻ ജീവിതത്തിന്റെ സ്നേഹവും സൗന്ദര്യവും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഈ സംഗീത ആൽബം ഓഗസ്റ്റ് 22-ന് റിലീസ് ചെയ്യും. ദിനേശൻ ചിറ്റടിയുടെ വരികൾക്ക് ജോൺസൺ പുഞ്ചക്കാടാണ് സംഗീതവും ഓർക്കസ്ട്രേഷനും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ഓണത്തിന് ദിനേശ് ചിറ്റടി എഴുതി ഞാൻ തന്നെ സംവിധാനം ചെയ്തൊരു സംവിധാനം ചെയ്ത ഒരു ആൽബം പുറത്തിറങ്ങിയാണ്. അതിന്റെ ഗാനം ആലപിച്ചത് ഷിജിൽ പഴയങ്ങാടിയാണ്. അതുപോലെ ആൽബത്തെ അഭിനയിച്ചത് വിനയൻ, അതുപോലെ അനിത. ഇവർ രണ്ടുപേരുമാണ് അഭിനയിച്ചത്. വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ആൽബമാണ്. ഇതിന്റെ ക്യാമറ നിർവഹിച്ചത് സുനിൽ കുപ്പോളാണ്. ഇത് 22-ാം തീയതി ഇത് പുറത്തിറങ്ങിയാണ്. അത് ഡെയിലി മിറർ ടിവിയിലാണ് പുറത്തിറങ്ങുന്നത്. തീർച്ചയായിട്ടും അതെല്ലാവരും കാണണം. ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഈ നല്ലൊരു വിരുന്ന് നിങ്ങൾക്ക് തരാൻ സാധിച്ചതിന് എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവരും അത് കാണുമെന്ന് വിശ്വസിക്കുന്നു. പ്രശസ്ത പിന്നണി ഗായകൻ ഷിജിൽ പഴയങ്ങാടി ആലപിച്ച ഈ മനോഹര ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം ക്യാമറയിൽ പകർത്തിയത് സുനിൽ കുപ്പോളാണ്. നാടിന്റെ പച്ചപ്പും മണ്ണിന്റെ ഗന്ധവും മനുഷ്യരുടെ നിഷ്കളങ്കമായ ജീവിതവും പാട്ടിന്റെ ഈണത്തിൽ വീണ്ടും പുറത്തെത്തുകയാണ് പുഞ്ചിരിപ്പാടം സംഗീത ആൽബത്തിലൂടെ. ജോൺസൺ പുഞ്ചക്കാട് സംവിധാനം ചെയ്യുന്ന പുഞ്ചിരിപ്പാടം എന്ന ഓണത്തിന്റെ ആൽബം ഓഗസ്റ്റ് 22 നാളെ റിലീസാവുകയാണ്. എനിക്കും അതിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടുകയുണ്ടായി. നല്ലൊരു ടീം വർക്കായിരുന്നു. നിങ്ങൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഓണാശംസകൾ. പാട്ടിനൊപ്പം പാടിയും കേട്ടും കണ്ടും ഒരിക്കൽ കൂടി നാടിന്റെ തനിമയിലേക്ക് മടങ്ങാം പുഞ്ചിരിപ്പാടത്തിലൂടെ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ ആംബിയർ ഐടിയിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. നഗരസഭാ കൗൺസിലർ VKP ഇസ്മയിൽ ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ചു. പയ്യന്നൂർ ആംബിയർ ITIയിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷം നടന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. നഗരസഭാ കൗൺസിലർ VKP ഇസ്മയിൽ ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ചു. ഈ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ പയ്യന്നൂരുണ്ട്. ജയപ്രകാശുമായി ഞാൻ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ പങ്കുചേരാറുണ്ട്. അതോടൊപ്പം ഈ വർഷം കൗൺസിൽ ഏറ്റെടുത്തതിന് ശേഷം ആദ്യത്തെ നിങ്ങളുടെ ഈ ഓണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. മനോഹരമായ ഒരു പൂക്കളം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കൈകളെ ഞാൻ അഭിനന്ദിക്കുന്നു. വനിതാ പോളിൽ ആൺകുട്ടികൾക്കും പ്രവേശനം നേടിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ M. വിജയൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ KK ജയപ്രകാശ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഷാദ് ബീരാൻ, PK ഗോപിനാഥൻ, വിനീഷ് അരയാക്കി, K. ഷീല, സജിന PV, സുജാത TM, സവിത MK, ഗംഗാധരൻ P, ദീപ PV തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM ആലപ്പടമ്പ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഏറ്റുകൊടുക്ക വള്ളത്തോൾ വായനശാല പരിസരത്ത് നടന്ന പരിപാടി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C. സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. CPIM ആലപ്പടമ്പ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഏറ്റുകൊടുക്ക വള്ളത്തോൾ വായനശാല പരിസരത്ത് നടന്ന പരിപാടി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C. സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടി എന്ന നിലയിലാണ് ഇതിനെ കാണുന്നതെങ്കിൽ ഇത് സമൂഹത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. ആ സന്ദേശത്തെയാണ് പ്രചരിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ
സവിശേഷമായ സാഹചര്യത്തിൽ നമ്മൾ ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നതും അതിലൂടെ ഉൽപാദന രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കുന്നതും കേരളത്തിൻ്റെ മനുഷ്യ ജീവിതത്തിൽ അതിൻ്റെ മുന്നോട്ട് പോക്കിൽ 2025-26 വർഷത്തെ മികച്ച പച്ചക്കറി കൃഷി ക്ലസ്റ്ററിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ കർഷകരെയാണ് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചത്. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ടി തമ്പാൻ, പി വി ബാലൻ, വി രതീഷ്, കൃഷി അസിസ്റ്റന്റ് പി സന്ദീപ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഓണാഘോഷ പരിപാടികൾ രുചികരമാക്കാൻ സ്കൂളുകൾക്കും ഭിന്നശേഷി കുട്ടികൾക്കും പച്ചക്കറികൾ സമ്മാനിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ മാതൃകാ കർഷകൻ പാണപ്പുഴയിലെ പ്രശാന്ത് പരത്തിയാണ് തന്റെ കൃഷിയിടത്തിൽ വിളയിച്ച വിഭവങ്ങൾ സ്കൂൾ കുട്ടികൾക്ക് സമ്മാനിച്ചത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ മാതൃകാ കർഷകൻ പാണപ്പുഴയിലെ പ്രശാന്ത് പരത്തി തന്റെ കൃഷിയിടത്തിൽ വിളയിച്ച 100 കണക്കിന് വെള്ളരിയും കക്കിരിയും സ്കൂൾ കുട്ടികൾക്ക് സമ്മാനിച്ചു. പ്രശാന്തിന്റെ കൃഷിയിടത്തിൽ നടന്ന ചടങ്ങിൽ ചെറുവിച്ചേരി UP സ്കൂൾ, പാണപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ, പയ്യന്നൂർ BRC, ഹോപ്പ് പിലാത്തറ എന്നിവയുടെ അധികൃതർ പച്ചക്കറികൾ ഏറ്റുവാങ്ങി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് അംഗം PV ഷൈന പച്ചക്കറി വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെല്ലാം പച്ചക്കറി വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും ആരെ അറിയിക്കാണ്ട് സ്കൂൾ അവിടെ കൊണ്ടുവച്ചിട്ട് പോകലാണ്. അപ്പം നമ്മുടെ സ്കൂൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു മികച്ച കർഷകനായിട്ട് നമ്മുടെ സ്കൂളിലൊരു നമ്മളെ അനുമോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഹോപ്പിലായാലും അതുപോലെ ബഡ്സ് സ്കൂളിലായാലും നമ്മുടെ ചെറുവിച്ചേരി സ്കൂളിലായാലും കൃഷി ചെയ്യുന്നതിന് കൂടെ തന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ ഒരു കാരുണ്യ പ്രവർത്തനം എന്ന നിലയിൽ ഇങ്ങനെ പങ്കാളിയാക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു പ്രചോദനവും അതുപോലെ വരുന്ന തലമുറയായ നമ്മുടെ കുട്ടികൾക്കും ഒരു പ്രചോദനമായി തീരാൻ പ്രശാന്തിന് കഴിഞ്ഞു. കൃഷി ഓഫീസർ K ദീപ അധ്യക്ഷത വഹിച്ചു. പാണപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് KP പ്രമീള, ചെറുവിച്ചേരി UP സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് K മിനി, BRC കോർഡിനേറ്റർ രമേശൻ പേരൂൽ, ഫെസിലിറ്റേറ്റർമാരായ K മിനി, P ശ്രീജ, ഹോപ്പ് മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹൻ, ജോക്ലിൻ ബിന്ന സ്റ്റാൻലി, സന്നദ്ധ സംഘടനയായ മാതമംഗലം കൂട്ടായ്മയുടെ രക്ഷാധികാരി രമേശൻ ഹരിത എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പച്ചക്കറികൾ ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ജില്ലയിലെ മികച്ച കൃഷി ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് കൃഷി ഓഫീസറെ പഞ്ചായത്തിലെ പാടശേഖര സമിതികൾ അനുമോദിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിലെ മികച്ച കൃഷി ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് കൃഷി ഓഫീസറെ പഞ്ചായത്തിലെ 12 പാടശേഖര സമിതികൾ സംയുക്തമായി അനുമോദിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. AN അനുഷയെ ഉപഹാരം നൽകി അനുമോദിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന് ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗീകാരമാണ് കൃഷി ഓഫീസർ AN അനുഷയിലൂടെ നമ്മുടെ പഞ്ചായത്തിലേക്ക് എത്തിയത്. നമ്മുടെ ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു കൃഷി ഓഫീസർ എന്നുള്ള അംഗീകാരം ഒരു പഞ്ചായത്തിൽ എത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ്. കരിവെള്ളൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന, ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി ആളുകൾ ജീവിക്കുന്ന. രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് RK സുധാമണി, ശശിധരൻ, ഗംഗാധരൻ മാസ്റ്റർ, മുകുന്ദൻ മാസ്റ്റർ, P കുഞ്ഞിക്കണ്ണൻ, വാർഡ് മെമ്പർമാർ, പാടശേഖര സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി ഉദ്ഘാടനം ചെയ്തു. 2026-27 വർഷത്തെ പയ്യന്നൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി ഉദ്ഘാടനം ചെയ്തു. ലോകം സർവതോന്മുഖമായ പുരോഗതിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ശാസ്ത്ര, ഗണിത, അതുപോലെ സാമൂഹ്യ ശാസ്ത്ര മേള ഇവിടെ സംഘടിപ്പിക്കുന്നത്. കുട്ടികൾ നമ്മൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്ര രംഗത്ത് ശാസ്ത്രത്തെ പറ്റിയൊക്കെ വികലമായിട്ടൊക്കെ അവതരിപ്പിക്കുന്ന ഒരു കാലത്ത് നാം ആലോചിക്കേണ്ടത്
ഇന്നത്തെ കുട്ടികൾ അന്ന് പണ്ട് കുട്ടികളായിരുന്ന ആളുകളാണ് പിന്നീട് ശാസ്ത്രജ്ഞന്മാരൊക്കെ ആയി നാട്ടിൽ വളർന്നു വന്നത്. കണക്കെന്ന് പറഞ്ഞാൽ കടുപ്പപ്പെട്ട വിഷയമാണ്. ആ കണക്കിനെ പറ്റി ഗലീലിയോ പറഞ്ഞത് ഗലീലിയെ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രീത അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ എഇഒ അബ്ദുൾ ബഷീർ, ശശികല, സന്ധ്യ കെ വി, ശോഭന രവീന്ദ്രൻ, സുധാമണി കെ, ശാന്തകുമാരി ടീച്ചർ, അജിത് കുമാർ അനിക്കം, കെ സത്യഭാമ, സതീശൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. 500 അംഗ കമ്മിറ്റിയുടെ ചെയർമാനായി എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രീതിയെയും കൺവീനറായി കെ ബി രതീഷ് കുമാറിനെയും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാങ്കോൽ ആലപ്പടമ്പ കുടുംബശ്രീ CDS 6ാം വാർഡ് ചെണ്ടുമല്ലി വിളവെടുപ്പ് നടത്തി. മുക്കാലിയിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം വാർഡ് മെമ്പർ ടി നാരായണൻ നിർവഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ കുടുംബശ്രീ CDS 6ാം വാർഡ് ഹരിത ജെയിൽജിയും ദിശ ഓക്സിലറി ഗ്രൂപ്പും ചേർന്നാണ് ചെണ്ടുമല്ലി കൃഷി നടത്തിയിരിക്കുന്നത്. മുക്കാലിയിൽ നടത്തിയ കൃഷി നിറപ്പൊലിമയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം വാർഡ് മെമ്പർ ടി നാരായണൻ നിർവഹിച്ചു. ഓണത്തിന് ഒരു കൊട്ട പൂ എന്ന ഒരു മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് ഉയർന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ പൂവിന് വേണ്ടി തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാശ് നമ്മുടെ എല്ലാം വീടുകളിൽ നിന്നും അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുക. CDS ചെയർപേഴ്സൺ ജയശ്രീ യു അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അനുജ, കൃഷി അസിസ്റ്റന്റ് പി സന്ദീപ്, അജിത, മീര, ദാമോദരൻ മുക്കാലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം പഞ്ചായത്ത് ഹരിതകർമ്മസേന ഓണാഘോഷം എടാട്ട് MCFൽ വെച്ച് ആഘോഷപൂർവ്വം നടന്നു. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വിവിധ ഓണമത്സരങ്ങളും നടന്നു. പയ്യന്നൂർ കോളേജ് പരിസരത്തുള്ള പഞ്ചായത്തിന്റെ അജൈവ മാലിന്യ സംഭരണ വേർതിരിക്കൽ കേന്ദ്രത്തിന്റെ ഗോഡൌണിൽ പൂക്കളം തീർത്തും ഓണസദ്യ നടത്തിയുമാണ് ഹരിത ഓണം കൊണ്ടാടിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സതീശൻ, പഞ്ചായത്ത് സെക്രട്ടറി അനിൽ പാടാച്ചേരി, അസിസ്റ്റന്റ് സെക്രട്ടറി സതീശൻ പുളുക്കു എന്നിവർ പങ്കെടുത്തു. പ്രസന്ന, HI മനോജ് എന്നിവർ നേതൃത്വം നൽകി. ഹരിതകർമ്മസേനാംഗങ്ങളുടെ വിവിധ ഓണമത്സരങ്ങളും നടന്നു. പഞ്ചായത്ത് പൊതുശ്മശാനത്തോട് ചേർന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശത്തെ ഹരിതകർമ്മസേനാംഗങ്ങൾ ചേർന്നാണ് സജീവ തൊഴിൽ കേന്ദ്രമാക്കി വളർത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഹരിതസേന ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഹരിതസേന ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കൂക്കാനത്ത് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അത്തരം ഓണാഘോഷ പരിപാടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ ഓണാഘോഷ പരിപാടിയിൽ നിങ്ങളുടെ കൂടെ പങ്കെടുക്കുമ്പോൾ മറ്റ് ഓണാഘോഷ പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് കൂടുതൽ സന്തോഷവും കൂടുതൽ കരുത്തും എല്ലാം ഈ ഒരു ഓണാഘോഷ പരിപാടിക്കുണ്ട്. നമ്മുടെ പഞ്ചായത്തിനകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സേനാ വിഭാഗത്തിൻ്റെ ഓണാഘോഷമാണ്. സ്വാഭാവികമായിട്ടും ആ സേന എന്ന് പറയുന്നത് നമ്മളെല്ലാം ഹരിതകർമ്മസേന എന്നുള്ള നിലയിൽ വിളിക്കുന്ന വൈസ് പ്രസിഡന്റ് RK സുധാമണി അധ്യക്ഷത വഹിച്ചു. VV പ്രദീപൻ, വരുൺ ചന്ദ്രൻ, K സജിനി, സോമൻ മാസ്റ്റർ, സുഭാഷിണി MK തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മനുഷ്യരിലോ ജന്തുക്കളിലോ മരണമോ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് തകരാറോ ഉണ്ടാക്കുന്ന വിഷസസ്യങ്ങളിൽപ്പെടുന്ന ഒന്നാണ് മേന്തോന്നി. ഒരു ഔഷധ സസ്യം കൂടിയാണിത്. മനുഷ്യരിലോ ജന്തുക്കളിലോ മരണമോ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് തകരാറോ ഉണ്ടാക്കുന്ന വിഷസസ്യങ്ങളിൽപ്പെടുന്ന ഒന്നാണ് മേന്തോന്നി. മഴക്കാലമാണ് മേന്തോന്നിയുടെ വസന്തകാലം. അഗ്നികുണ്ഡത്തിൽ വിരിയുന്ന തീജ്വാലകൾ പോലെയാണ് ഇതിന്റെ പൂക്കൾ കാണപ്പെടുന്നത്. ഇന്ന് അപൂർവമായി മാത്രമേ മേന്തോന്നി കാണപ്പെടുന്നുള്ളൂ. കുറ്റിക്കാടുകൾ അപ്രത്യക്ഷമായതാണ് പ്രധാന കാരണം.
മഴക്കാലം കഴിഞ്ഞാൽ മേന്തോന്നി അപ്രത്യക്ഷമാകും. കിഴങ്ങുകളാണ് അടുത്ത മഴക്കാലത്ത് വളരാനുള്ള സൗകര്യം ഒരുക്കുന്നത്. കിഴങ്ങ് പലരുടെയും ജീവനെടുത്തിട്ടുണ്ട്. ലിലിയേസിയ കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം ഗ്ലോറിയോസ സൂപ്പർബെലിൻ എന്നാണ്. ഒരു ഔഷധ സസ്യം കൂടിയാണ് മേന്തോന്നി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ആരോഗ്യവും സന്തോഷവും സൗഹൃദവും കുടുംബ ബന്ധങ്ങളും ഒരുമിച്ച് വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ബ്ലിസ് ഹാർട്ട് ഹെൽത്ത് കമ്മ്യൂണിറ്റിയുടെ ഓണാഘോഷം ഞായറാഴ്ച പുറച്ചേരി കേശവതീരം ആയൂർ ഗ്രാമത്തിൽ നടക്കും. ബ്ലിസ് ഹാർട്ട് ഹെൽത്ത് കമ്മ്യൂണിറ്റിയുടെ ഓണാഘോഷം ഓഗസ്റ്റ് 23 ഞായറാഴ്ച പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടക്കും. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മുൻ ചീഫ് ഡയറ്റീഷ്യൻ ശ്രീദേവി ജയരാജ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് ഭക്ഷണക്രമവും ആരോഗ്യകരമായ ജീവിതശൈലിയും എന്ന വിഷയത്തിൽ ഡോക്ടർ ശ്രീദേവി ജയരാജിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് ക്ലാസ് നടക്കും. ആഘോഷത്തിന്റെ ഭാഗമായി ഓണസദ്യ, കലാപരിപാടികൾ, കുടുംബ മത്സരങ്ങൾ, വിവിധ വിനോദ പരിപാടികൾ എന്നിവയുണ്ടാകും. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം അംഗങ്ങൾക്കും കുടുംബങ്ങൾക്കും പരസ്പരം സൗഹൃദം പങ്കുവെക്കാനും സന്തോഷകരമായ കൂട്ടായ്മകൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുക എന്നതാണ് ബ്ലിസ് ഹാർട്ടിന്റെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിജേഷ് മാവില, ഏകനാഥ് പുതുക്കുടി, എം ജയേന്ദ്രൻ, ഡോക്ടർ കേശവൻ വെതിരമന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.